ഞാൻ കിഴക്ക് ചെറുമുക്കിൻ്റെ കിഴക്ക് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. 1998 സംഭവം. ചെറുമുക്കിൻ്റെ കിഴക്ക് ജീലാനി നഗർ എന്നാണ് ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കൂടുതൽ ഉറക്കനെ ചെല്ലേണ്ടതില്ല ദിക്റൊന്നും. ആണുങ്ങൾ ഒരു മിതമായ മട്ടത്തിൽ ചെല്ലിയാൽ മതി, അലാക്കിൻ്റെ ഒച്ച വേണ്ട. എൻ്റെ പ്രസംഗം കത്തിക്കയറുക. അപ്പം ഞാനിത് അറിയൂല, തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ കൊണ്ടൂർ ഉസ്താദ് ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാനറിയില്ല. ഉസ്താദ് ദ്വാരക്കാൻ വരും ലാസ്റ്റ് എന്നുള്ള ധാരണ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സ്പീഡിൽ കയറി വന്നു ശൈഖുന കൊണ്ടൂർ ഉസ്താദ് സ്റ്റേജിലേക്ക് വന്നു. വരവ് കണ്ടപ്പോൾ തന്നെ ഞാൻ വല്ല മൈക്ക് ഒഴിവാക്കി കൊടുത്ത്. കാരണം പെരും സ്പീഡിലുള്ള വരവാ, സാധാരണത്തെ വരവല്ല. മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയാണ്, കൊണ്ടൂർ ഉസ്താദ് പറയാണ്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇപ്പതുവരെ വയത് പറഞ്ഞ ഉസ്താദ് നല്ല വിവരമുള്ള ആളാണ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അള്ളാഹു അതുപോലെ നമുക്കൊക്കെ നാഫിയായ ഇൽമ ഏറ്റി തരണേ അല്ലാ. എന്നിട്ട് പറഞ്ഞു, കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞതാണ് സ്റ്റേജിൽ വെച്ചിട്ട്, ഈ ഉസ്താദ് പറഞ്ഞ, ഈ മുസ്ലിയാർ പറഞ്ഞ പോലെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഉറക്കനെ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരോടാ പറഞ്ഞത്? സ്വഹാബത്തിനോട് പറഞ്ഞതാ. നമ്മൾ സ്വഹാബത്ത് ആരാണ്? ഈമാൻ കാമിലായവരാണ്. തങ്ങൾ സ്വഹാബത്തും ഏഴും നള്ളും അതിർപ്പം എന്താ മുഖമാ. ആ പാട്ട് കൊണ്ടൊരു പാടിയിട്ടില്ല. സ്വഹാബത്തിനെ പറ്റി മോയിൻകുട്ടി വൈദ്യരെ ബദർ പാട്ടിലുള്ളത് ഞാൻ പാടുകയാണ്. തങ്ങൾ സ്വഹാബാരും ഏഴും നള്ളും അതിർപ്പം എന്താ മുഖമാ. തന്നവൻ നെടുവൊടുവാർ ചുഷന്തതിൽ തിന്നമ്മ തെളിവൊള്ളിവാ. ഈ ബന്ധതിൽ ഭിന്നോര പുവനി അടീക്കിൽ ബന്ധിടൈ സൈറായ താരുണിനും ഹൗലൈഫത്തണ്ട് തല്ലമില്ല പാർത്താനവിടം തന്നു ചിന്ത് മുതിർന്ന് മുളർത്തിടുവാർ. ചൊങ്കിൽ സജ താലത്തെത്തി പോറുത്തുടനെ നബിയാൽ ചുമടോട്ട് നീളുകളുമാകെത്തിടും എവിടമറിവതിനായി വിളിത്തുടൻ നബിയുടെ സ്വഹബരിലേക്ക് വീട്ടിടൈ സുറത്താലുള്ളർന്നവർ പാരദീപം ദേ തരുള്ളരിൽ ചൊന്നാർ അവർ വന്നിടും ഇന്നിടം എന്നൊരു കന്നുമിലൈ. അത് മോയിൻകുട്ടി വൈദ്യരെ പാട്ടാണ്. എന്താ പറഞ്ഞത്? തങ്ങൾ സ്വഹാബാരും എഴുന്നള്ളും അതിർപ്പം എന്താ. അള്ളാന്റെ റസൂലും സ്വഹാബത്തും കൂടി പോകുമ്പോഴുള്ള അതിർപ്പം. തങ്ങൾ സ്വഹാബാരും എഴുന്നള്ളും അതിർപ്പം എന്താ ഉഗമാ. തന്നവൻ നെടുവുടുവാർ ചുഷന്തതിൽ 14 രാവിലെ പരിപൂർണ ചന്ദ്രനെ പോലെ മുഹമ്മദ് മുസ്തഫ. അതാ നെടുവുടുവാർ ചുഷന്തതിൽ തിണ്ണമേ തെളിവൊളിവായി ബന്ധതിൽ. ആ തെളിവിൽ നിന്ന്, ആ ഒളിവിൽ നിന്ന് ഒളിവ് കിട്ടുന്നു മറ്റുള്ള നക്ഷത്രങ്ങൾക്ക്. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ആ റസൂലുള്ളാഹിയുടെ ഒളിവിൽ നിന്നിട്ട്, ഈമാനിൽ നിന്നിട്ട് സ്വഹാബത്തിനിക്ക് ഈമാൻ കിട്ടുകയാ. എന്നിട്ട് കൊണ്ടൂർ ഉസ്താദ് പറയാ, അത് സ്വഹാബത്തിനോട് പറഞ്ഞതാണ്, നമ്മൾ ഈമാൻ പൂർത്തിയായവരല്ല. ഇതിന്റെ അപ്പുറത്തുള്ള ഹദീസൊക്കെ പഠിച്ച ശൈഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പാപ്പ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പാപ്പ ഉറക്കനെ ചെല്ലാനാ പറഞ്ഞത്. അപ്പൊ ആണുങ്ങൾ പ്രത്യേകിച്ചും എന്താക്കണം? ഉറക്കനെ ചെല്ലണം.